ഹലോ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലഞ്ചിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മനസ്സിൽ തോന്നിയതാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മിക്ക വീട്ടിലും സൺഡേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച ചെമ്പിലേക്ക് നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്പൈസസും അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ ആ സ്പൈസസ് ചൂടായതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുങ്ങനെ മുറിച്ച ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് കുറച്ച് വേവുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറിന് ആവശ്യമായ വെള്ളം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്നായി മൂടി വെക്കാം. മൂടി വെച്ച് കുറച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിഴിഞ്ഞ് കൊടുത്ത് നമുക്കത് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ കുഞ്ഞുമോൻ പൂച്ചയെ കണ്ട് പുറത്തേക്ക് നോക്കി കളിക്കുന്നുണ്ട്. അങ്ങനെ ചോറിന് വെച്ച വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നന്നായി കഴുകിയെടുത്ത അരിയെടുത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയെല്ലാം ഇട്ട് കൊടുത്ത് അത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഉപ്പ് ഒന്നും കൂടി നോക്കി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ഞാൻ മുകളിലൂടെ കൂടി കുറച്ചും കൂടി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് നമുക്കത് മൂടി വയ്ക്കാം. മൂടി വെച്ച് നന്നായി തീയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി വെന്തതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ നെയ്ച്ചോറ്. ഇനി അതിലേക്ക് വറുത്ത് വെച്ച ഉള്ളിയും കൂടി അതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.